മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ പിശാചിനെ എതിർക്കാനുള്ള ആയുധങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. 8 ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനിയും ചില ആയുധങ്ങൾ നമുക്കുണ്ട്. കാരണം ഇനിയുള്ള സെൽഫായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ബീസ്റ്റ്, ഒരു മൃഗമുണ്ട്. അത് നമ്മളെ പലപ്പോഴും പാപത്തിലേക്ക് നടത്തും. ജഡവും അതിൻ്റെ പ്രവൃത്തികളുമാണ്. എത്ര ക്രൂശിക്കപ്പെട്ട് എന്ന് നമ്മൾ പറഞ്ഞാലും ചിലപ്പോഴത് തലപൊക്കും. കാരണം നമുക്കറിയാം, വിശ്വാസികളാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ തെറ്റും, വീഴും, പുറകോട്ട് പോവും. പക്ഷേ തുടർമാനമായി റിബല്യൻ ആകുമ്പോൾ വിശ്വാസത്തിൽ തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് പ്രതിരോധിച്ചില്ലെങ്കിൽ പിശാച് അത് മുതലെടുക്കും. അതിനാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാണ്, സ്വർഗത്തിലെ പൗരത്വത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊരു ബോധ്യം നമ്മൾക്ക് എപ്പോഴും ഭരിക്കണം. ഈ ലോകത്തിലെ പ്രവർത്തനത്തിൻ്റെ മുനയൊടിയും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതം ലെസ് എഫക്റ്റീവ് ആവും. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പ്രയത്നങ്ങൾ നശിച്ചു പോകുന്നുള്ളതല്ല, ഈ ലോകത്തിലെ ജഡത്തിൻ്റെ പ്രവർത്തികൾ ലെസ് എഫക്റ്റീവായി തീരുന്നതായിട്ട് നമുക്ക് കാണാം. എബ്രായർ 10:34 തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചല്ല, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോട് സഹിച്ചുവല്ലോ. സ്വർഗത്തിലെ നിക്ഷേപമാണ് വലുത്. അതിനാൽ ഈ ലോകത്തിലെ അപഹാരങ്ങൾ, കഷ്ടതകളൊന്നും പ്രശ്നമില്ല. അതിനാൽ ഇനിയും താഴെ പറയുന്ന ചില ആയുധങ്ങൾ നമ്മുടെ സെൽഫിനെ കുറയ്ക്കുവാനും സ്വർഗത്തിലെ നിക്ഷേപം കൂട്ടുവാനും കാരണമായി തീരും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ചില ആയുധങ്ങളുണ്ട്. ഒന്ന് ഞാൻ ചുരുക്കമായി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ള ആശ്രയം. കൊലോസ്യർ 1:15 മുതൽ 18 വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. കൊലോസ്യർ 1:15 മുതൽ 18 വരെ സർവവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതേ കാര്യം എബ്രായർ 1:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും പറയുന്നു. ജീസസ് നെയിം അബവ് ഓൾ നെയിംസ്, എല്ലാ നാമത്തിനും മേലായ നാമം. ഹി അപ്പോൾസ് എവറിത്തിങ് ബൈ ഹിസ് വേർഡ്, അവൻ്റെ ശക്തിയാൽ, അവൻ്റെ വാക്കിനാൽ എല്ലാം അവനെ ചേർത്തിരിക്കുന്നു എന്ന് എബ്രായർ 1:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും കൊലോസ്യർ 1:15 മുതൽ 18 വാക്യങ്ങളിലും സർവവും അവൻ കീഴ്പ്പെട്ടതായിട്ട് കാണുന്നു. അതുകൊണ്ട് മനുഷ്യരിലല്ല നമ്മൾ ആശ്രയം വെക്കേണ്ടത്. മനുഷ്യരിൽ നമ്മൾ ഒരിക്കലും ആശ്രയം വെക്കരുത്. ദൈവത്തിലായിരിക്കണം ആശ്രയം വെക്കേണ്ടത്. 1 പത്രോസ് 5:6-7 വാക്യങ്ങളിൽ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നമ്മുടെ ചിന്തകൾ പോലും സബ്മിസീവായി ശിശുക്കളെ പോലെ ആകണം. മത്തായി 18:3-4 വാക്യങ്ങൾ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? നമ്മൾ കർത്താവിലുള്ള ആശ്രയം, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുക, മനുഷ്യരിലുള്ള ആശ്രയമല്ല ആവശ്യം. അതാണ് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ സെൽഫുമായിട്ട് ചെയ്യേണ്ടത്. 2, ലിവിങ് എ ക്രൂസിഫൈഡ് ലൈഫ്. രണ്ടാമത് ക്രൂശിക്കപ്പെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കണം. 2:20 ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്തിൽ അത്രേ ജീവിക്കുന്നു. ഇവിടെ നോക്കുക, എൻ്റെ ജഡത്തെ മുഴുവനായിട്ട് ക്രൂശിച്ചു. സെൽഫ് ഡിനയൽ, സാക്രിഫൈസ് ആൻഡ് സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ. നമ്മുടെ സെൽഫിനെ എല്ലാം സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഇനിയില്ല, എൻ്റെ ഡിസയറും എൻ്റെ അംബീഷനും എല്ലാം കുരിശിലേക്ക് വെച്ചു കഴിഞ്ഞ് ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാന് അവിടെ വന്നിരിക്കുകയാണ്. ദൈവമാണ് ഇനി എന്നെ നിയന്ത്രിക്കുന്നത്. അതൊരു സാക്രിഫൈസാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം മാറ്റണം. നേരത്തെ പറഞ്ഞ പോലെ കർത്താവെ നീ കാറിൽ കയറി എൻ്റെ പുറകെ ഇരിക്കുക എന്നുള്ളതല്ല. കർത്താവിൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് നീ ഡ്രൈവ് ചെയ്യുക, ഞാൻ അവിടെ ഇരുന്നോളാം, നീയാണ് എന്നെ നടത്തേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ പോളിസി. ആ ഒരു പോളിസിയിലാണ് നമ്മൾ ആയിരിക്കേണ്ടത്. റിഡംഷൻ ഓഫ് ഹ്യൂമാനിറ്റി ത്രൂ ജീസസ്. യേശുവിൽ കൂടി നമ്മളെ റിഡീം ചെയ്തതുപോലെ യേശുവിൻ്റെ ക്യാരക്ടർ, യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ആക്ഷനിൽ കൂടി പുറത്തു വരിക. അതാണ് കർത്താവിൽ നമ്മൾ ക്രൂശിക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. ഈ ക്രൂസിഫിക്കേഷൻ ഇൻവോൾവ് സഫറിങ്. അതിനകത്ത് ഒരുപാട്
സഫറിങ്ങും ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട്. കർത്താവിന് വേണ്ടി ചിലത് ഉപേക്ഷിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി താഴുവാനായിട്ട് കഴിയണം. അതാണ് ഒരു ക്രൂസിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു ക്രൂസിഫൈഡ് ലൈഫ് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ വി ഷുഡ് സഫർ, വി ഷുഡ് സാക്രിഫൈസ്. നമ്മൾ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ഇനിയും ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി റെസിസ്റ്റൻസ്, എതിർത്ത് നിൽക്കണം. പല പ്രാവശ്യം വായിച്ചാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെ ഒരു റെസിസ്റ്റിംഗ് ഡെവിൾ, നമ്മൾ പിശാചിനെ അവൻ്റെ പ്രവർത്തികളെയും എതിർത്ത് നിൽക്കുക. അതിനുവേണ്ടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാണ്. വാച്ച്ഫുൾ ആൻഡ് ഡിസേണിങ്, സ്ട്രോങ് പ്രെയർ ലൈഫ്, റീഡിങ് സ്ക്രിപ്റ്റേഴ്സ്, നർച്ചറിങ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എപ്പോഴും വാച്ച്ഫുള്ളായിട്ട് ശ്രദ്ധയോടുകൂടി ജീവിക്കണം. നല്ല പ്രാർത്ഥനാ ജീവിതമായിരിക്കണം. ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവവുമായിട്ട് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിലിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു വിവേചന മനസ്ഥിതി അല്ലെങ്കിൽ വിവേചനത്തിൻ്റെ ഒരു ഹൃദയം തരും. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവം അങ്ങനെ ഒരു ഹൃദയം നമുക്ക് തരുമ്പോഴേ ഈ ഡെവിൾസിൻ്റെ അല്ലെങ്കിൽ ഈ പിശാചിൻ്റെ പ്ലാനൊക്കെ ഡിസേൺ ചെയ്യാനായിട്ട് പറ്റും. പിശാചിൻ്റെ കള്ളങ്ങൾ മനസ്സിലാവും, പിശാചിൻ്റെ പരീക്ഷണങ്ങൾ മനസ്സിലാവും. ദൈവശക്തിയിലുള്ള നമ്മുടെ ജ്ഞാനം പ്രകാരം നമുക്ക് ദൈവത്തിൻ്റെ കൃപയാലുള്ള പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോഴേ നമുക്ക് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ പിശാചിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. കർത്താവ് പ്രതിരോധിച്ചോ അങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനത്താലാണ്. അതിൽ ടെംപ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, എന്നാൽ അത് പാപമൊന്നുമല്ല. ഈ ടെംപ്റ്റേഷനോട് നമ്മൾ ഈൽഡ് ചെയ്യുന്നതാണ് പാപമാവുന്നത്. ഇതിങ്ങനെ പല സമയങ്ങളിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി എല്ലാം ഈ പാപം വന്ന് കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ പരിജ്ഞാനവും അവൻ്റെ വചനവും നമ്മൾ നിറയുമ്പോൾ അവൻ്റെ ആ ഡിസേൺമെൻറ്റ്, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടാം. ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ വീണുപോയാലും അവൻ്റെ കൃപയെക്കുറിച്ചും അവൻ്റെ ക്ഷമയെക്കുറിച്ചും നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. പിശാചിനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും രീതിയിൽ പാപം ചെയ്താൽ ഒരു നാളും വെയിറ്റ് ചെയ്യരുത്. പാപം അങ്ങനെ കുന്നുകയറാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഉടൻ തന്നെ ആ മൊമെൻറ്റിൽ തന്നെ അത് റിയലൈസ് ചെയ്ത് അപ്പം തന്നെ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. അങ്ങനെ നെക്സ്റ്റ് ടൈമും ആ പാപം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധിപ്പിക്കും, നിങ്ങൾ ചെയ്ത പാപമാണ്, ചെയ്യാൻ പോകുന്ന പാപമാണെന്ന്. അതാണ് ചെയ്യുന്ന പ്രവർത്തികൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ദൈവത്തിൻ്റെ വചനവും അതിൽ നിന്ന് നമ്മളെ മാറ്റുന്നതായിട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ എല്ലാം ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഒരിക്കൽ അതിജീവിച്ചാൽ പിന്നെ അതുമായിട്ട് ചേർന്ന് നമുക്ക് ശക്തിയും എൻകറേജ്മെൻറ്റും വിജയവും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവവചനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വരുമ്പോഴേ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഒരേ ഒരു കാര്യം, ആ സമയത്ത് തന്നെ അത് റിയലൈസ് ചെയ്യണം. റിയലൈസ് ചെയ്യാൻ ദൈവത്തിൻ്റെ പരിജ്ഞാനം വേണം. അതിനാണ് നേരത്തെ പറഞ്ഞ ദൈവവചനം ഉള്ളിൽ സംഗ്രഹിക്കുക. നാലാമത്തെ കാര്യം വിജിലൻസ് ആണ്. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. 1 പത്രോസ് 5:8. ഇവിടെയാണ് സെൽഫ് കൺട്രോൾ നമുക്ക് വരേണ്ടത്. അതായത് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ. ഈ ലോകമെല്ലാം പിശാചിൻ്റെ വഴിയേ പോവുള്ളൂ, അത് നമുക്കറിയാം. അതിനാൽ എപ്പോഴും പിശാചിൻ്റെ വലയത്തിൽ നമ്മളാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനാണ് എപ്പോഴും പ്രാർത്ഥന ആവശ്യമാണെന്ന് പറഞ്ഞത്. പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ പലപ്പോഴും ഇരിക്കണം. നീതി ചെയ്യാനും വിശുദ്ധിയിൽ ജീവിക്കാനും നമ്മളെ തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ സ്റ്റേജാണ് ആ നിർമ്മലത കാണിക്കുന്നത്. അതുകൊണ്ട് ബി വിജിലൻറ്റ്, എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. സോബർ ആൻഡ് വിജിലൻറ്റ്. 1 പത്രോസ് 5:8 വാക്യമാണ്. 5ഉം 6ഉം പോയിന്റുകൾ ഒരുമിച്ച് പറയുകയാണ്. ശ്രദ്ധിക്കുക, എൻ്റെ വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 12:11 വാക്യം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അവർ അവനെ എന്ന് പറഞ്ഞാൽ ഈ അവൻ എന്ന് പറയുന്നത് പിശാചാണ്. 10ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സഹോദരന്മാരെ, രാപ്പകൽ ദൈവസേനയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു.
ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ദെയർ ടെസ്റ്റിമണി. ഈ രണ്ട് കാര്യങ്ങൾ, ബ്ലഡ് ഓഫ് ലാംബ്, കർത്താവിൻ്റെ രക്തം. കർത്താവ് നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. ഇപ്പോഴും ഈ രക്തത്താലാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓൾറെഡി നമ്മളെ ജസ്റ്റിഫൈ, നീതീകരിച്ചു. ഇപ്പോഴുള്ള പാപത്തിന് ശുദ്ധീകരിക്കപ്പെടുന്നു. അവൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. അത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അവൻ്റെ രക്തത്താലാണ് ഇവിടെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിടുന്നത് കുഞ്ഞാടിൻ്റെ രക്തം. അതുകൊണ്ട് അവൻ്റെ രക്തത്താലുള്ള ജയം നമുക്ക് എപ്പോഴും ക്ലെയിം ചെയ്യേണ്ട ഒന്നാണ്. അത് നിങ്ങളൊരിക്കലും മറന്നു പോകരുത്. ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. അതുപോലെ അടുത്തത് സാക്ഷ്യവചനം, ദ വേർഡ് ഓഫ് ദെയർ ടെസ്റ്റിമണി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്, നമ്മളെ ഏത് രീതിയിൽ വിടുവിച്ചു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇത് നമ്മുടെ സാക്ഷ്യവചനമാണ്. നമ്മളെവിടെ പോയാലും, നമ്മളെവിടെ ആരോട് ഡീൽ ചെയ്താലും, നമ്മളെവിടെ പ്രസൻറ്റ് ചെയ്താലും, നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്താലും കർത്താവ് എന്നെ രക്ഷിച്ചു എന്നുള്ള ആ സാക്ഷ്യവചനം നമ്മൾ പറയേണ്ട ഏറ്റവും ആവശ്യമാണ്. ഇത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനാണ്. ഈ രണ്ട് കാര്യങ്ങൾ, കുഞ്ഞാടിൻ്റെ രക്തവും നമ്മുടെ സാക്ഷ്യവചനവും. ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കുക. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണപര്യന്തം ഞങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചവല്ല. ജയിച്ചു എന്ന് പറയുമ്പോൾ വി ആർ വിക്ടോറിയസ്. നമ്മൾ തോറ്റവരല്ല, ജയിച്ചവരാണ്. കർത്താവിൻ്റെ രക്തം എല്ലാ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ സിൻസിനെ ബ്ലോട്ട് ഔട്ട് ചെയ്യാൻ, മാറ്റിക്കളയാൻ, മായ്ച്ചു കളവാൻ അത് സഫിഷ്യൻ്റാണ്. അതുപോലെ നമ്മുടെ സാക്ഷ്യവചനവും സഫിഷ്യൻ്റാണ്. ഒരു പോയിൻറ്റും കൂടെ ഇതിനകത്ത് പറയാനായിട്ടുള്ളത്, നോട്ട് ലവിങ് ദെയർ എർത്ത്ലി ലൈഫ്സ്. ഈ ലോകത്തിലെ ജീവനെ സ്നേഹിക്കാതിരിക്കുക. നമുക്കറിയാം, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും എല്ലാം അവരുടെ ജീവനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ യേശു പഠിപ്പിച്ചത് എന്തുവാ? ജീവനെ കളയുക. ഈ ലോകത്തിൽ ജീവനെ കളഞ്ഞവൻ അവനെ കണ്ടെത്തും എന്നാണ് യേശു പഠിപ്പിച്ചത്. മത്തായി 10:39 തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ജീവനെ കളയുന്നവൻ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തൻ്റെ ജീവനെ സ്നേഹിക്കേണ്ടതിന് വലിയ ആവശ്യതയൊന്നുമില്ല. ഈ ലോകത്തിലൊരു ജീവൻ ദൈവം തന്നിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയുള്ളൊരു തിരഞ്ഞെടുപ്പിലാണ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല, കർത്താവിനുള്ളവരാണ്. നിങ്ങൾ ഈ ലോകക്കാരല്ല. നേരത്തെ പറഞ്ഞു നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ഈ ലോകത്തിൽ നിക്ഷേപം സൂക്ഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അത് നശിച്ചു പോകും. അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം പദ്ധതികളുണ്ട്, പിശാച് അതിനെ സഹായിക്കുകയും ചെയ്യും. എന്നാൽ സ്വർഗത്തിലുള്ള നിക്ഷേപം ഇല്ലാതെയായി പോവും. അതുകൊണ്ട് സ്വർഗത്തിലുള്ള നിക്ഷേപം സൂക്ഷിക്കുക. സ്വർഗത്തിലുള്ള റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക. സ്വർഗത്തിലുള്ള റൂൾസാണ് ദൈവവചനത്തിൽ കൂടി നമുക്ക് തരുന്നത്. അപ്പോൾ ഈ 7 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സ്വർഗത്തിലുള്ള റിവാർഡ് കൂട്ടാനും ദൈവസന്നിധിയിൽ പിശാചിൻ്റെ ലൈഫിൽ പിശാച് പല ചിന്തകൾ കൊണ്ടുവരുമ്പോഴേ നമ്മളെ തന്നെ അതിൽ ഉറപ്പിച്ച് നിർത്താനുമായിട്ടുള്ള 7 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 1, ഡിപ്പെൻഡൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുക. 2, ലിവിങ് എ ക്രൂസിഫൈഡ് ലൈഫ്, നമ്മൾ ക്രൂശിക്കപ്പെട്ടൊരു ജീവിതം നടത്തുക. 3, റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുക. പാപം കാണുമ്പോൾ അതിൻ്റെ കൂടെ പോകാനല്ല, പിശാചിനോട് എതിർത്ത് നിൽക്കുക. 4, വിജിലൻ്റ്, സോബർ ആൻഡ് വിജിലൻ്റ്, ഉണർന്നിരിക്കുക, നിർമ്മതരായിരിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 5, ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ രക്തം നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ തരുന്നു. 6, ദ വേർഡ് ഓഫ് ടെസ്റ്റിമണി, നമ്മുടെ സാക്ഷ്യവചനം. 7, നോട്ട് ലവിങ് ദ എർത്ത്ലി ലൈഫ്സ്, ഈ ലോകത്തിലെ ജീവനെ സ്നേഹിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഈ ആയുധങ്ങളെല്ലാം നിങ്ങൾ ധരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം ദൈവത്തിൻ്റെ മറവിടത്തിലാണ് നമ്മളിരിക്കുന്നത്. കർത്താവിൻ്റെ മറവിടത്തിൽ വസിക്കുന്ന അനുഭവം, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. അന്നേരമാണ് നമ്മൾ പറയുന്നത്, നമ്മൾ തീ മതിലായി ദൈവം നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമുക്ക് പറയാം. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ മാലാഖമാരുടെ പ്രൊട്ടക്ഷനാണോ, ദൂതനെ ഇറക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. കാരണം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ സ്പിരിച്വൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുകയും
പരിപാലിക്കുകയും ചെയ്യുന്നത് ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും. ദിനം പ്രതി ഓരോ മൊമെൻറ്റിലും മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഈ പിശാച് പിടിച്ചു കൊന്നുകളയത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് കാവലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 35 എപ്പിസോഡുകളായിട്ട്, ഞാൻ മനസ്സിലാക്കുന്നിടത്തിൽ ഏകദേശം 35 എപ്പിസോഡിലായിട്ട് ഈ പിശാചിനെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അവൻ നമ്മളെ തെറ്റിച്ചുകൊണ്ടുവന്ന വിധങ്ങളെക്കുറിച്ചും പറഞ്ഞു. കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ സർവായുധവർഗം എങ്ങനെ ധരിക്കണമെന്നും ആ സർവായുധവർഗത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും അത് നമ്മുടെ സെൽഫിനെ ഏത് രീതിയിൽ ചേഞ്ച് ചെയ്യുന്നുവെന്നും ഞാൻ പറഞ്ഞു. തീർച്ചയായും ഇതെല്ലാം നമുക്ക് പ്രയോജനമായി തീരും. പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു സിംഹത്തെ പോലെ പതുങ്ങിയിരുന്ന് വരുമ്പോഴേ, എല്ലാ മൊമെൻറ്റിലും അത് വരുമ്പോഴേ, ഇതൊക്കെ നമ്മളെ, ഈ ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇത് നിങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 99% 100% ഉറപ്പോടി പറയുന്നു, പിശാചിൻ്റെ എല്ലാ ശക്തികളെയും വെല്ലുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഓരോ ദിവസവും ഓരോ പടി കർത്താവിൻ്റെ ലൈക്ക്നെസ്സിലേക്ക്, അവൻ്റെ പ്രതിരൂപത്തിലേക്ക്, 1 degree of glory to other, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് വരുന്നൊരനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിഫലങ്ങൾ പുറപ്പെടും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഗത്തോസ് ആൻഡ് ഫോളോസ്, ഗ്രീക്കിൽ പറയുന്ന യൂസ്ഫുൾ ആൻഡ് യൂസ്ലെസ്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം യൂസ്ഫുള്ളായി തീരുന്നതായിട്ട് കാണാം. ഗ്രീക്കിൽ അഗത്തോസ് എന്നുള്ള വേർഡാണ് അതിനുപയോഗിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ചിന്തകൾ ഈ ദിവസങ്ങളിലാവും. നിങ്ങൾ ഈ എപ്പിസോഡുകൾ നേരത്തെ ഉള്ളത് അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഈ ഒരു 10-35 എപ്പിസോഡ് നിങ്ങൾ ശരിക്കും സമയമെടുത്താൽ 3-4 മണിക്കൂർ കൊണ്ട് എടുത്ത് കണ്ടു തീരാവുന്നതേ ഉള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യും. പൈശാചി ശക്തിയിൽ നിന്ന് നമുക്ക് വലിയ ശക്തി തരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിറവും നമ്മളെ പ്രാപിക്കും. വേണ്ടാത്തതിനെല്ലാം ഉപേക്ഷിക്കാനായിട്ടുള്ള ദൈവകൃപ തരും. തീർച്ചയായും ഇത്രയും വലിയ സക്സസ്ഫുള്ളായിട്ടൊരു ക്രിസ്ത്യൻ ലിവിങ് എങ്ങനെയാണ്? ദൈവം നമുക്കതിനെ സഹായിക്കും. തുടർന്ന് ഇനി അടുത്ത വേറൊരു സീരീസിലേക്കാണ്, നമ്മളൊരു ബുക്ക് സ്റ്റഡിയിലേക്കാണ് തീരുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണമേ. ഇനിയും റോമൻസിൻ്റെ സ്റ്റഡിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ തൊട്ട് നമ്മൾ റോമൻ സ്റ്റഡിയാണ് ഇനി ചിന്തിക്കുന്നത്. അത് നമ്മൾ ആ അധ്യായങ്ങളെല്ലാം ഗ്രാജുവലായിട്ട് കുറേശ്ശെ വാക്യങ്ങളായിട്ട് നമ്മൾ പഠിക്കും. ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എല്ലാം അതിൽ കവർ ചെയ്യാൻ വേണ്ടിയാണ് അത് പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഡോക്ട്രിൻസ് എല്ലാം റോമൻ സ്റ്റഡിയോടുകൂടി നമ്മൾ ഹൃദ്യസ്ഥമാക്കി തീർക്കും. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സീരീസ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്കിത് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇത് ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഇത് കാരണമായി ഇത് കുത്തി നിറച്ച് ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും വെച്ചിരിക്കുകയാണ്. കാരണം പിശാചിനെ ജയിക്കുന്നത് തന്നെ വലിയൊരു ജയമാണ്. യേശുക്രിസ്തു ജയിച്ച് വിക്ടോറിയസ് ആയതിൽ നമ്മളും ഒരിക്കലും തോൽക്കുകയില്ല, നമ്മളും ജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്തു, പൈശാചി ശക്തിയിൽ നിന്ന് വിടുവിച്ചു. അത് കൃപയാൽ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചി ശക്തികളും ഞങ്ങളെ വിടുവിക്കണമേ. രോഗികളായിരിക്കുന്നവർ, എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അത് വിടുവിക്കണമേ. ഇന്ന് മാനസിക അസ്വാസ്ഥ്യത്തിലിരിക്കുന്നവരെ, പിശാചിൻ്റെ പിടിയിലിരിക്കുന്നവരെ, അതുപോലെ ഒരു വൈസസിലിരിക്കുന്നവരെ, അഡിക്ഷനിലിരിക്കുന്നവരെ, പ്രോണോഗ്രഫിയിലിരിക്കുന്നവരെ, ഇങ്ങനെയുള്ളവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ വലിയ റിലീസ് അവിടെയൊക്കെ ജീവിതങ്ങൾ വന്നു ചേരട്ടെ. പിശാചിൻ്റെ കെട്ടുകളൊക്കെ പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യമായി വന്ന രോഗങ്ങളിൽ നിന്നെല്ലാം യേശു വിടുതൽ പ്രതരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ആയ പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കൈ അവയവത്തിൽ വെച്ച് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ വലിയ ശക്തി ഇന്ന് അവിടെ ദേഹത്തേക്ക് വരട്ടെ, ആ അവയവത്തിലേക്ക് വരട്ടെ, അതിലെ കേടുകളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ വൈസസിൽ നിന്നും വിടുവിക്കണം. മദ്യപാനം, അതുപോലെ കർത്താവെ പിടിച്ച് മുറുക്കിയിരിക്കുന്ന ആസക്തികൾ അതിൽ നിന്നെല്ലാം വിടുവിക്കണം. ദൈവമേ, എല്ലാ പ്രത്യേകിച്ച് കർത്താവെ ആരെങ്കിലുമൊക്കെ നർക്കോട്ടിക്സിലെ മയക്കുമരുന്നുകളിലെ അടിമയായിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് വിട്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ ശക്തികളെ തോൽപ്പിക്കാനായിട്ട് കർത്താവ് വന്നുവെങ്കിൽ അവൻ തോൽപ്പിച്ചു, അത് ജയമെടുത്തു. അതിൽ ഞങ്ങൾ ജയം പ്രാപിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ
കരുണ അവരോട് കൂടെ ഇരിക്കണം. നിൻ്റെ ശക്തി കർത്താവെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ അത് പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം. നീ അനുഗ്രഹിച്ച ഓർത്ത് സ്തോത്രം. നിൻ്റെ നന്മയ്ക്കായിട്ട്, നിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും അടുത്ത സീരീസ് നിങ്ങൾ വാച്ച് ചെയ്യണം. ഇത് കാണാത്തവർ എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡുകൾ നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും തുടർന്ന് നിങ്ങൾക്കിത് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ വാട്സാപ്പ് നമ്പറിൽ പ്രെയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.